കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ EMSന്റെ ഓർമ്മദിനമാണ്. അതിനാണ് ഈ ആചാരങ്ങളൊക്കെ. ഭൂപ്രഭുത്വ ഭരണകൂടത്തിന് ബദൽ എന്താണെന്ന് പ്രായോഗികമായി ഇന്ത്യയിൽ തെളിയിച്ചു കൊടുക്കാൻ സഖാവ് EMS 1957 ഗവൺമെന്റിനെ ഉപയോഗപ്പെടുത്തി. പിന്നീട് 1967 വീണ്ടും മുഖ്യമന്ത്രിയായപ്പോഴും ഈ പ്രക്രിയ തുടർന്നു. അതിന്റെ തുടർച്ചയാണ് പിന്നീട് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെന്റുകളെല്ലാം ഈ സംസ്ഥാനത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഭരണ നടപടികളും. തുടർന്ന് വന്ന ഇടതുപക്ഷ ഗവൺമെന്റുകൾ എന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഈ കാണുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകളെയാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു സാധനം എപ്പോഴുണ്ടോ? ഇടതുപക്ഷക്കാരാണല്ലോ RSPയും ഫോർവേഡ് ബ്ലോക്കും. രണ്ടുപേരും നമ്മുടെ സ്റ്റേജിലുണ്ട്. ഇടതുപക്ഷമുണ്ടോ? ഇല്ല. ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണെങ്കിൽ ഒറ്റൊന്നും മരുന്നിനെടുക്കാനും അല്ല, CMP ആദ്യം നമ്മുടെ കൂടെ, അതെ CMP ഉൾപ്പെടെ. അപ്പോൾ ഇടതുപക്ഷക്കാരും UDFന്റെ കൂടെ. ഒരു ഇടതുപക്ഷത്തിനും സീറ്റില്ല. പിന്നെ ആർക്കാ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മരുന്നിന് പോലും ഒന്നിനും സീറ്റില്ല. എല്ലാ കാലവും ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരനും സീറ്റില്ല. സാധാരണ സോഷ്യലിസ്റ്റുകൾ എല്ലാ ഇലക്ഷനും മത്സരിക്കാറുണ്ട്. ദൈവം സഹായിച്ച് നോമിനേഷൻ കൊടുക്കാൻ പോലും ഇത്തവണ കഴിഞ്ഞിട്ടില്ല. ഇവിടെ കിട്ടിയത് പോരാ എന്ന് പറഞ്ഞ അപ്പുറത്ത് പോയ ആൾക്കും അതും കിട്ടിയില്ല. ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, കാരണം കൂടുതൽ നമ്മൾ പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കണ്ടല്ലോ, അതുകൊണ്ടാണ് പറയാം. ഇവിടെ കിട്ടിയത് പോരാന്നതിന് അങ്ങോട്ട് അവിടെയില്ല. ഇവിടുന്ന് പോവുകയും ചെയ്തു, മര്യാദയ്ക്ക് അവിടുത്തെ എത്തിയതുമില്ല. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് മുന്നണി മാത്രമാണ്. 16 സീറ്റിൽ CPMഉം 4 സീറ്റിൽ CPI. അപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് മുന്നണിയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല. കമ്മ്യൂണിസ്റ്റുകാരാണ്, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ്, അവരെ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. കോൺഗ്രസിനെ വിശ്വസിക്കാൻ പാടില്ല. കോൺഗ്രസിൽ ഇന്ന് BJPയിലുള്ള 65% ആളുകൾ, പ്രിയമുള്ളവരെ, പഴയ കേന്ദ്രമന്ത്രിമാർ, MP-മാർ കോൺഗ്രസ് നേതാക്കന്മാരാണ്. കോൺഗ്രസിന്റെ എല്ലാവരും നാളെ സംഖ്യകളാവുന്നാണല്ലോ പറയുന്നത്. കഴിഞ്ഞ ലോക്സഭയിൽ, അതായത് ഇപ്പോഴത്തെ കാലാവധി അവസാനിക്കുന്ന ലോക്സഭയിൽ 44 MP-മാരാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. ഇപ്പം 48 പേരുണ്ട്. കാലാവധി ബൈ ഇലക്ഷനിലൊക്കെ ജയിച്ചു വന്നതുൾപ്പെടെ കാലാവധി കഴിയുമ്പോൾ തുടങ്ങിയപ്പോൾ 44, ഇപ്പോൾ 48. അപ്പം നമ്പർ കുറഞ്ഞോ? ആരെങ്കിലും സംഖ്യയായോ ഈ 48 പേരിൽ? അതേ സമയത്ത് CPMലെ 2006-2011 കാലത്ത് ശ്രീ പ്രേമചന്ദ്രൻ മന്ത്രിയായിരുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ കാലത്ത് ഇടതുമുന്നണിയുടെ MLA ആയിരുന്ന ആളല്ലേ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. വട്ടത്തുള്ളൊരു കേരളത്തിൽ നിന്ന് തന്നെ കാര്യം മാറിയില്ലേ CPM എന്ന് മറ്റേ BJPയിലേക്ക്? പറയട്ടെ, മണിയാസാൻ മറുപടി പറയട്ടെ. പൊളിമിക്സ് ഒന്നും പറയുന്നില്ല, ആസാൻ പറയട്ടെ. കോൺഗ്രസ് അവർക്ക് വന്ന തെറ്റുകൾ തിരുത്തേണ്ടതുണ്ട്. അത് തിരുത്തണമെങ്കിൽ എന്നാന്നറിയോ? ഏകപക്ഷീയമായി വന്നോ മുടിഞ്ഞത് തന്നെ. അത് തന്നെ ഒരു ഐക്യമുന്നണിയാണ്. എവിടെയെങ്കിലും പിടിച്ച് മൂക്ക് കയറിട്ട് പിടിച്ചു നിർത്താം. അല്ലാതെ കോൺഗ്രസ് രക്ഷപ്പെടും, കോൺഗ്രസിനെ കൊണ്ട് ഈ രാജ്യം രക്ഷപ്പെടും. ഇത് കൊട്ടയിലും കൊള്ളുകയിലും എങ്ങും കൊള്ളുകയില്ലാത്ത പരുവലത്തെ ഇവരാണല്ലോ. അതാണ്. അതുകൊണ്ട് രക്ഷപ്പെടണേ ഒരു ഐക്യമുന്നണി ഗവൺമെന്റ് കേന്ദ്രത്തിൽ 2004 മോഡലാകാം. 2004 മോഡൽ. പിന്നെ ഞങ്ങൾ കൂടണോ വേണ്ടയോ എന്നൊക്കെ അന്നേരം തീരുമാനിക്കാം. ഞാൻ ചോദിക്കട്ടെ, 2004 ഈ കൊല്ലത്ത് നിന്ന് വിജയിച്ച CPMന്റെ MP ആയത് പിന്നീട് ശ്രീ പീതാംബരക്കുറുപ്പ് തോൽപ്പിച്ച രാജേന്ദ്രൻ, അദ്ദേഹം 2004 ഇവിടെ പ്രസംഗിച്ചെന്തായിരുന്നു? ഞാൻ ഡൽഹിയിൽ ചെന്നാൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരിനെ പിന്തുണയ്ക്കാം. അങ്ങനെ കോൺഗ്രസ്സുകാരൻ്റെ വോട്ട് വാങ്ങിയിട്ടാണ് ഇവിടുന്ന് പോയത്. 3 കൊല്ലം കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്താങ്ങി. 4-ാം കൊല്ലം എന്താ ചെയ്തത്? UPA സർക്കാരിനെ താഴെ ഇറക്കാൻ ആണവ കരാറിന്റെ പേര് പറഞ്ഞ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സർക്കാരിനെ താഴെ ഇറക്കാൻ
BJPയോടൊപ്പം വോട്ട് ചെയ്തിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ നെറിയട്ട രാഷ്ട്രീയം അത് ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ ഇല്ലേ ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റ് കേന്ദ്രത്തിൽ വരണം എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്. CPM-കാരെ ഡൽഹിയിൽ ചെന്നാൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാലോ ഏറ്റവും വലിയ പാർട്ടീനെയുള്ള ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കുക. അപ്പോൾ രാഷ്ട്രപതി കോൺഗ്രസ്സുകാരെ വിളിക്കും. എത്ര എണ്ണം എണ്ണി നോക്കും. കോൺഗ്രസിനോടൊപ്പം തെരഞ്ഞെടുപ്പിന് മുമ്പ് സഖ്യം ഉണ്ടാക്കിയവരും വിളിക്കും. അപ്പോൾ RSP ഉൾപ്പെടെ ലീഗ് ഉൾപ്പെടെയുള്ളവരെ ക്ഷണിക്കും. എല്ലാവരും തലയെണ്ണും. അത് കഴിഞ്ഞ് BJP-നെ വിളിക്കും. BJP-കാരനോടൊപ്പം ഇലക്ഷനിൽ ധാരണയിലെത്തിയവരുടെ തലയെണ്ണും. ഇതെല്ലാം എണ്ണി ഏറ്റവും കൂടുതൽ ആർക്കാണോ അവരെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ ക്ഷണിക്കും. ഈ മാർക്സിസ്റ്റുകാരന് ആ ഭാഗത്തേക്ക് കയറ്റില്ല. ഇപ്പം നമുക്കറിയാലോ ഈ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ നമ്മുടെ വീട് ഭാഗം വയ്ക്കും, ഭൂമി ഭാഗം വയ്ക്കും, സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ ഭാഗം വയ്ക്കും. ഇതെല്ലാം കഴിഞ്ഞാൽ കുറെ കിണ്ടിയും കൊളാമ്പിയും ബാക്കി ഉണ്ടാവും. അപ്പൊ ഈ കിണ്ടിയും കൊളാമ്പിയുടെ സ്ഥാനമേ ഉള്ളൂ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഡൽഹിയിൽ ചെല്ലുമ്പോൾ. പിന്നെ നമ്മുടെ വിലയേറിയ വോട്ടുകൾ ഇവന്മാർക്ക് കൊടുത്തിട്ട് പാഴാക്കേണ്ട വല്ല കാര്യമുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എന്തൊക്കെയാണ് വിളിച്ചു പറയാൻ പോകുന്നത് എന്ന് മനസ്സിലായല്ലോ. പിന്നെ സ്വത്തോഹരി വെച്ച അനുഭവം അത് അദ്ദേഹത്തിനുള്ള അത്ര നമുക്കില്ലല്ലോ.